അൺലോക്ക് 4ാം ഘട്ടം മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്രം പുറത്തിറക്കി. അടുത്ത മാസം 7 മുതൽ മെട്രോ സർവീസുകൾ പുനരാരംഭിക്കും. പൊതുപരിപാടികൾക്ക് 100 പേർ വരെ അനുവദിക്കും. വിവരങ്ങളുമായി സരുൺ ജോസ് ചേരുന്നു. സരുൺ, പ്രധാനമായിട്ടുള്ള കാര്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ ഏത് രീതിയിലാണുള്ളതാണ്? എന്തെല്ലാം ഇളവുകളാണ് ഇത്തവണ ഉണ്ടാവുക? അപർണ, അൺലോക്ക് 4ാം ഘട്ടത്തിലെ മാർഗനിർദ്ദേശങ്ങളാണ് അല്പസമയം മുമ്പ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നത്. സെപ്റ്റംബർ 1 മുതലാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ നിലവിൽ വരിക. ചില ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഇളവുകൾ പ്രധാനമായും ഈ മെട്രോ സർവീസുകൾ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. സെപ്റ്റംബർ 7 മുതൽ മെട്രോ സർവീസുകൾ ആരംഭിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മതപരമായും രാഷ്ട്രീയപരമായും സാമൂഹികപരമായും ഉള്ള കൂടിച്ചേരലുകൾക്ക് ചില ഇളവുകളോടെയുള്ള ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. 100 പേർക്ക് വരെ ഇത്തരം കൂട്ടായ്മകളിൽ പങ്കെടുക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. പക്ഷേ ഈ ഇത്തരം കൂട്ടായ്മകൾ പങ്കെടുക്കുമ്പോൾ ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. ഫേസ് മാസ്കുകൾ, അതുപോലെ തന്നെ സാമൂഹിക അകലം പാലിച്ചായിരിക്കണം ഇത്തരം കൂട്ടായ്മകളിൽ പങ്കെടുക്കാൻ. തെർമൽ സ്കാനിംഗ്, അതുപോലെ തന്നെ സാനിറ്റൈസർ ഉപയോഗവും ഇവിടെ നിർബന്ധമാക്കണമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഓപ്പൺ തിയേറ്ററുകൾ ഈ സെപ്റ്റംബർ 21 മുതൽ തുറന്ന് പ്രവർത്തിക്കും. അതുപോലെ തന്നെ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സെപ്റ്റംബർ 30 വരെ അടങ്ങി തന്നെ കിടക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ ഓൺലൈൻ ക്ലാസുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ടെലി കൗൺസിലിംഗുമായി ബന്ധപ്പെട്ടും 50% അധ്യാപകർക്കും അനധ്യാപകർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്താമെന്നും ഉള്ള ഒരു ഇളവ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രൊജക്ടുകളുമായി ബന്ധപ്പെട്ട് 9 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക് ഈ സ്കൂളുകളിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ സന്ദർശിക്കാം എന്ന ഒരു നിർദ്ദേശവും ഉണ്ട്. അതുപോലെ തന്നെ ഈ PhD വിദ്യാർത്ഥികൾക്ക് അവരുടെ ലബോറട്ടറി എക്സ്പെരിമെന്റുകൾ ആയി ബന്ധപ്പെട്ട് ഉള്ള അനുമതികളും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ സിനിമാ തിയേറ്ററുകളും മറ്റും തുറക്കുമെന്നുള്ള ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ സിനിമാ തിയേറ്ററുകളെല്ലാം അടഞ്ഞുകിടക്കും. സ്വിമ്മിംഗ് പൂൾ, അതുപോലെ തന്നെ പാർക്കുകൾ, ഇവയെല്ലാം അടങ്ങി തന്നെ കിടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അന്താരാഷ്ട്ര വിമാനയാത്രയ്ക്കും ഈ ഘട്ടത്തിൽ അൺലോക്ക് 4ാം ഘട്ടത്തിൽ അനുമതി നൽകിയിട്ടില്ല. അപർണ, വിശദാംശങ്ങൾ നൽകിയത്. അൺലോക്ക് 4ാം ഘട്ടത്തിലെ മാർഗരേഖയാണ് പുറത്തിറക്കിയിരുന്നത്. സ്കൂളുകൾ ഇപ്പോഴും തുറക്കാനുള്ള തീരുമാനം ഇല്ല. പൊതുചടങ്ങുകൾക്ക് ഉപാധികളോടെ അനുമതി. സംസ്ഥാനത്ത് നിന്ന് 2397 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 2317 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 2225 പേർക്ക് കോവിഡ് ഭേദമായി. തിരുവനന്തപുരത്താണ് കൂടുതൽ രോഗികൾ, 408 പേർ. സംസ്ഥാനത്ത് കോവിഡ് സമ്പർക്ക വ്യാപനം കൂടിയ അവസ്ഥയാണെന്നും രോഗികളുടെ എണ്ണം കൂടിയാൽ മരണനിരക്ക് കൂടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് 2397 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. അതിൽ 2317 പേർക്കും സമ്പർക്കം മൂലമാണ് രോഗബാധയുണ്ടായത്. 2225 പേർ രോഗവിമുക്തരായിട്ടുണ്ട്. കോവിഡ് മൂലം 6 പേരാണ് ഇന്ന് മരണമടഞ്ഞത്. സംസ്ഥാനത്ത് കോവിഡ് ചികിത്സയിലിരുന്ന 5 പേർ കൂടി മരിച്ചു. ആലപ്പുഴ ജില്ലയിലാണ് 2 മരണം. ചെങ്ങന്നൂരിൽ 64-കാരൻ അറേപ്പുറത്ത് ജയ്മോനും മുൻ പഞ്ചായത്ത് അംഗം എടത്വ പച്ചപ്പാലപ്പറമ്പിൽ 72-കാരൻ ഔസഫ് വർഗീസുമാണ് മരിച്ചത്. ഇടുക്കിയിൽ കാമാക്ഷി സ്വദേശി 80 വയസ്സുകാരൻ ദാമോദരനും പത്തനംതിട്ട വാഴമുട്ടത്ത് 67-കാരനായ കരുണാകരനുമാണ് മരിച്ചത്. കണ്ണൂരിൽ ചികിത്സയിലിരുന്ന തളിപ്പറമ്പ് സ്വദേശി യശോദ മരിച്ചു. 84 വയസ്സായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം അതിന്റെ വഴിക്ക് നീങ്ങട്ടെ എന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി. അന്വേഷണം കൃത്യമായി നടക്കുന്നു. ഈ സാഹചര്യത്തിൽ ജനൻ ടിവിയെ BJP തള്ളിപ്പറഞ്ഞത് കടന്ന കൈയായിപ്പോയി. ചിലർക്ക് നെഞ്ചിടിപ്പ് കൂടുമെന്ന് പറഞ്ഞത് ഏതെങ്കിലും വ്യക്തിയെ മനസ്സിൽ വെച്ച് പറഞ്ഞതല്ല. പ്രതിപക്ഷ നേതാവിന് ചിലപ്പോൾ എന്ത് പറയണമെന്നറിയില്ല. കേസുമായി ബന്ധമുള്ള ആളുകൾ ആരൊക്കെയെന്ന് പുറത്തുവരട്ടെയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിനുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷണത്തിന്റെ പുരോഗതിയാണല്ലോ വിലയിരുത്തേണ്ടത്, അന്വേഷണ രീതിയുമാണല്ലോ കാണേണ്ടത്. അപ്പൊ ഇന്നത്തെ ഒരു നില നോക്കിയാൽ അന്വേഷണം കൃത്യമായ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇത് എല്ലാ ഘട്ടത്തിലും ഞാൻ പറഞ്ഞതാണ്. അത് ഭാവിയിൽ എങ്ങനെ പോകുമെന്നതൊന്നും ഇപ്പോൾ പറയാൻ പറ്റുന്നതല്ല. പക്ഷേ ഇന്നത്തെ നിലയിൽ കൃത്യമായ വഴിക്ക് തന്നെയാണ് അന്വേഷണം പോകുന്നത്. പക്ഷേ അപ്പോഴേക്ക് തന്നെ ടിവിയെ തന്നെ തള്ളിപ്പറയുന്നൊരു നില എന്തുകൊണ്ടാണ് സ്വീകരിച്ചത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അതൊരു കടന്ന കൈയായിപ്പോയി എന്നാണ് തോന്നുന്നത്. അത് നാടിന്റെ മുന്നിൽ അങ്ങനെ സംസാരിച്ച ഒരു പരിഹാസ്യമാകുന്ന നിലയാണല്ലോ ഉണ്ടാകുക. എല്ലാവർക്കും അറിയാലോ വസ്തുത.
സ്വർണ്ണക്കടത്ത് കേസിൽ പല വൻപൻ സ്രാവുകളും കുടുങ്ങുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. പിടിക്കപ്പെട്ടവരിൽ ഒരു വിഭാഗം UDF-ലെ ഒരു പാർട്ടിയുമായി അടുപ്പമുള്ളവരാണ്. കേന്ദ്ര ഏജൻസി അന്വേഷണം ശരിയായ ദിശയിലാണ് പുരോഗമിക്കുന്നതെന്നും കടകംപള്ളി പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് ഇടതുമുന്നണി കൺവീനർ എ വിജയരാഘവൻ. വി മുരളീധരന്റെ ടെലിഫോൺ രേഖകൾ പരിശോധിക്കണം. സ്വർണ്ണക്കടത്തിൽ പ്രമുഖ BJP നേതാക്കൾക്ക് ബന്ധമുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇത് മറച്ചുപിടിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും സർക്കാരിനുമെതിരെ നിരന്തരം ആരോപണം ഉന്നയിക്കുന്നത്. സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് പല ഉന്നത BJP നേതാക്കൾക്കും മുൻകൂട്ടി അറിയാമായിരുന്നുവെന്നാണ് അനിൽ നമ്പ്യാരുടെയും സ്വപ്നയുടെയും മൊഴികളിൽ നിന്നും വ്യക്തമാകുന്നത്. സ്വർണ്ണക്കടത്തിന് പിന്നിലെ തീവ്രവാദ ബന്ധം അന്വേഷിക്കുന്ന NIA അനിൽ നമ്പ്യാരെ ചോദ്യം ചെയ്യണമെന്നും വിജയരാഘവൻ ആവശ്യപ്പെട്ടു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. CPM-ഉം BJP-യും ഒരുപോലെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം. BJP-യുമായി ബന്ധമുള്ള ആളുകളിലേക്ക് അന്വേഷണം നീങ്ങുമ്പോൾ കേസിന്റെ ഭാവി എന്താകുമെന്ന് ആശങ്കയുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിൽ പുതിയ നീക്കവുമായി കസ്റ്റംസ്. നയതന്ത്ര ബാഗേജിൽ എത്ര ഖുറാൻ വന്നു ആകെയെന്ന് കസ്റ്റംസ് കണക്കെടുത്തു. ഇതിനായി നയതന്ത്ര ബാഗേജ് വഴി വന്ന ഖുറാന്റെ തൂക്കവും പരിശോധിച്ചു. ബാഗേജിൽ വന്ന ഒരു ഖുറാന്റെ തൂക്കം 567 ഗ്രാം ആണെന്ന് വ്യക്തമായിട്ടുണ്ട്. ആകെ വന്നത് 250 പാക്കറ്റാണ്. 32 പാക്കറ്റുകൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സിയാപ്റ്റിന്റെ ഓഫീസിൽ എത്തിച്ചതായി വ്യക്തമാക്കിയിരുന്നു. ബാക്കിയുള്ള പാക്കറ്റുകൾ എവിടെ എത്തിയെന്നത് സംബന്ധിച്ചും ഇവയുടെ വിതരണം ഏത് രീതിയിലായിരുന്നു എന്നതിനെക്കുറിച്ചും കസ്റ്റംസ് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് തീപിടുത്തത്തിൽ വിദഗ്ധ സമിതി അന്വേഷണം അന്തിമഘട്ടത്തിൽ. ചീഫ് പ്രോട്ടോകോൾ ഓഫീസറുടെയും അഡീഷണൽ പ്രോട്ടോകോൾ ഓഫീസറുടെയും മൊഴിയെടുത്തു. CCTV ദൃശ്യങ്ങളിൽ അസ്വാഭാവികതയില്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടെ സ്റ്റാഫുകളാണ് തീപിടുത്തം അറിയിച്ചതെന്നാണ് അഡീഷണൽ പ്രോട്ടോകോൾ ഓഫീസർ VP രാജീവന്റെ മൊഴി. ഫയലുകളൊന്നും പൂർണ്ണമായി നശിച്ചിട്ടില്ല, ചിലത് ഭാഗികമായി നശിച്ചു. ഫാനിൽ നിന്നാണ് തീ പടർന്നതെന്നും മൊഴിയിൽ വ്യക്തമാക്കുന്നു. എന്നാൽ 4:40 തീപിടുത്തമുണ്ടായി. 4:45 ഫയർഫോഴ്സ് എത്തുമ്പോൾ രാജീവൻ സ്ഥലത്തെത്തിയതിൽ അസ്വാഭാവികതയുണ്ടെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. അതേസമയം CCTV ദൃശ്യങ്ങളിൽ അസ്വാഭാവികതയില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. എന്നാൽ അന്വേഷണം സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് പ്രതിപക്ഷം ആവർത്തിച്ച് ആരോപിക്കുന്നു. ആകെ ഒരു പ്രതിയെ ഉള്ളെന്നാ പറയുന്നത്. ആ പ്രതിയെ കയ്യാമം വെക്കാൻ കഴിയത്തില്ല, കൊണ്ട് ലോക്കപ്പിൽ ഇടാനും കഴിയത്തില്ല. അത് നമ്മുടെ ഫാനാണ്. ഉഷ ഫാനാണോ മറ്റേത് കമ്പനി ക്രോംപ്റ്റന്റെ ഫാനാണോ നമുക്കറിയത്തുമില്ല. ഇതാരാണ് ഈ ഫാനിന്റെ ഉടമയെന്ന് നമുക്കിതുവരെ അറിയത്തില്ല. ബുധനാഴ്ചയോടെ വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. മാഹി പാലം നിർമ്മാണം സംബന്ധിച്ച പ്രതിപക്ഷ ആരോപണം തള്ളി മുഖ്യമന്ത്രി. ദേശീയപാതയുമായി ബന്ധപ്പെട്ട നിർമ്മാണമാണിത്. സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് ഭൂമി ഏറ്റെടുക്കൽ മാത്രം. പ്രതിപക്ഷ നേതാവ് ഒന്നും അറിയാതെയല്ല വിഭ്രാന്തി കാണിക്കുന്നത്. കേന്ദ്ര സർക്കാരും BJP-ക്കുമെതിരെ ഒന്നും പറയാതിരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ചെന്നിത്തലയുടെ പക്ഷം വ്യക്തമാണ്. പ്രതിപക്ഷ നേതാവ് പഞ്ചവടി പാലത്തിന്റെ കാര്യം ഇടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണെന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചു. നാളെ ഉത്രാടം. കോവിഡ് വ്യാപിക്കാതിരിക്കാനുള്ള കരുതലോടെയാകണം ഓണാഘോഷമെന്ന് മുഖ്യമന്ത്രി. ഓണത്തെ വരവേൽക്കുന്നത് കൃത്യമായ ജാഗ്രതയോടെ ആകണം. അസാധാരണമാം വിധം മ്ലാനമായ അന്തരീക്ഷമാണ് ഇത്തവണ ഓണത്തിന്. അതും മുറിച്ചു കടക്കണം. എന്നാൽ പൊതുസദ്യയും ആൾക്കൂട്ടമുണ്ടാക്കുന്ന ആഘോഷവും ഒഴിവാക്കണം. പരസ്പരമുള്ള സന്ദർശനങ്ങൾ പരമാവധി ഒഴിവാക്കണമെന്നും കൂടിക്കാഴ്ചകൾക്ക് ഓൺലൈൻ സൗകര്യം ഉപയോഗിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അസാധാരണമാം വിധം മ്ലാനമായ അന്തരീക്ഷത്തെ മുറിച്ചു കടക്കാൻ നമുക്ക് കഴിയുക തന്നെ ചെയ്യുമെന്ന പ്രത്യാശ പറത്തിക്കൊണ്ടാവണം ഇത്തവണത്തെ ഓണാഘോഷം. കൃത്യമായ കരുതലോടെ ആവണം നമ്മൾ ഓണത്തെ വരവേൽക്കുന്നത്. COVID-19 വ്യാപനമുണ്ടാകാൻ ഇട നൽകുന്ന യാതൊരു കാര്യവും സംഭവിക്കാതെ നോക്കണം. പൊതുസദ്യകളും ആളുകൾ കൂട്ടം കൂടുന്ന ആഘോഷ പരിപാടികളും പരിപൂർണമായി ഒഴിവാക്കണം. ഓണത്തിൻ്റെ സമയത്ത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകൾ സന്ദർശിക്കുന്ന പതിവ് നമുക്കുണ്ട്. ഇത്തവണ അത്തരം പതിവുകളിൽ നിന്നും വിട്ടുനിൽക്കാൻ എല്ലാവരും തയ്യാറാകണം. പരിമിതികളുണ്ടെങ്കിലും ഓൺലൈൻ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം കാണുവാനും സംസാരിക്കാനും സന്തോഷം പങ്കുവെക്കാനും ശ്രമിക്കുക.
ഓണക്കാലത്ത് മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് കായുപ്പേരി. എന്നാൽ തുടർച്ചയായുണ്ടായ പ്രളയം സംസ്ഥാനത്തെ വാഴകർഷകരുടെ നട്ടെല്ലൊടിച്ചിരിക്കുകയാണ്. കോഴിക്കോട്ടെ ഒരു ബേക്കറിയിൽ ചട്ടിയിൽ പൊരിയുന്ന ഏത്തക്കായുടെ കാഴ്ചപ്പാടിൽ കർഷകരുടെ വേദന പങ്കുവയ്ക്കുന്ന റിപ്പോർട്ട് കാണാം. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ പറയും? ശശിനാരായണൻ വിശദാംശങ്ങൾ നൽകിയത്. പോപ്പുലർ ഫിനാൻസ് ഉടമ കീഴടങ്ങിയതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ഭാര്യ റോയി ഡാനിയലും ഭാര്യ പ്രഭയും കീഴടങ്ങിയായിരുന്നു. പത്തനംതിട്ട SP ഓഫീസിലെത്തിയാണ് ഇവർ പോലീസിന് മുൻപാകെ കീഴടങ്ങിയത്. ലുക്കൌട്ട് നോട്ടീസ് നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു ഇവർക്കെതിരെ. ഇതോടൊപ്പം ഡൽഹിയിൽ നിന്ന് പിടിയിലായ റോയി ഡാനിയലിന്റെ മക്കളായ റീനു മറിയം, റിയാൻ മറിയം എന്നിവരെയും പത്തനംതിട്ടയിൽ എത്തിച്ചു. അവരെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങളുടെ തത്സമയ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. റോയി ഡാനിയലിന്റെ മക്കളായ റീനു മറിയം, റിയാൻ മറിയം എന്നിവരെ പത്തനംതിട്ടയിൽ എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളിലേക്ക്. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് അന്വേഷിക്കാൻ പത്തനംതിട്ട SP KG സൈമന്റെ നേതൃത്വത്തിൽ 25 അംഗ സംഘത്തിന് രൂപം നൽകിയതായി മുഖ്യമന്ത്രി. ദക്ഷിണ മേഖല IG ഹർഷിത അട്ടല്ലൂരി അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും. വിദേശത്തേക്ക് സാമ്പത്തിക ഇടപാട് സംശയിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണത്തിന് ഇന്റർപോളിന്റെ സഹായം തേടിയിട്ടുണ്ട്. സ്ഥാപന ഉടമയെയും ഭാര്യയെയും ചങ്ങനാശ്ശേരിയിൽ നിന്ന് പിടികൂടിയതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. കോൺഗ്രസിൽ വീണ്ടും പരസ്യ പ്രസ്താവനകൾക്ക് വിലക്ക്. ശശി തരൂരിനെ അനുകൂലിച്ചും പരിഹസിച്ചും സംസ്ഥാന നേതാക്കൾ ചേരിതിരിഞ്ഞ് പരസ്യ വിഴുപ്പലക്കൽ തുടങ്ങിയതോടെ KPCC പ്രസിഡന്റ് തന്നെയാണ് വീണ്ടും പരസ്യ പ്രസ്താവനകൾക്കുള്ള വിലക്ക് ആവർത്തിച്ചത്. AICCയെ കൂട്ടുപിടിച്ചാണ് മുല്ലപ്പള്ളിയുടെ ഇത്തവണത്തെ വിലക്ക്. എന്നാൽ മുല്ലപ്പള്ളിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ തരൂരിനെ പിന്തുണച്ച് UDF കൺവീനർ തന്നെ പരസ്യ പ്രസ്താവന നടത്തി. തരൂരിനെതിരായ പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച കൊടിക്കുന്നിൽ സുരേഷ് നിലപാടുകളോടുള്ള എതിർപ്പ് തുടരുമെന്നും ആവർത്തിച്ചു. തുടക്കമിട്ടത് K മുരളീധരൻ, പിന്നാലെ KPCC പ്രസിഡന്റ് അത് ഏറ്റുപിടിച്ചു. അതേക്കുറിച്ചൊന്നും ഇപ്പോഴും ചർച്ച നടത്തണ്ട, അത് ശരിയല്ല, അത് കോൺഗ്രസിന്റെ താല്പര്യങ്ങൾക്ക് അനുഗുണവുമല്ല. പരസ്യമായിട്ട് പ്രസ്താവനയുമായിട്ട് പോയി ഈ പ്രശ്നങ്ങളെയൊക്കെ തന്നെ സങ്കീർണമാക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കുക എന്നാണ് അർത്ഥം. അത്തരം ഒരു സംരംഭത്തിൽ ഒരു അച്ചടക്കമുള്ള കോൺഗ്രസുകാരുടെ രൂപത്തിൽ ഞാൻ തയ്യാറല്ല. പ്രസിഡന്റ് പറഞ്ഞതിലും രൂക്ഷമായി വർക്കിംഗ് പ്രസിഡന്റ് തരൂരിനെ കടന്നാക്രമിച്ചു. എല്ലാത്തിലും അദ്ദേഹം ഒരു എടുത്തിയാട്ടം കാണിക്കുന്നത്, അത് പല കാര്യങ്ങളിലും ഇതുപോലുള്ള പാർട്ടി ഒരു നിലപാടെടുക്കുമ്പോൾ മറിച്ചൊരു നിലപാടെടുത്ത് ഒരു എടുത്തിയാട്ടം അല്ലെങ്കിൽ ഇമ്മച്യൂരിറ്റി പ്രകടിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ. പക്ഷേ മറ്റു മുതിർന്ന നേതാക്കൾ ഏറ്റുപിടിച്ചില്ല. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കോൺഗ്രസിന് അനുകൂലമായ ഘട്ടത്തിൽ ശത്രുക്കൾക്ക് വടികൊടുത്ത് അടിവാങ്ങുന്ന നടപടിക്കാണ് നേതാക്കൾ തുടക്കമിട്ടിരിക്കുന്നതെന്ന് ഇവർ പാർട്ടിയിൽ വിമർശനമുയർത്തി. തുടർന്നാണ് AICCയെ കൂട്ടുപിടിച്ചുള്ള വിലക്ക്. മുല്ലപ്പള്ളിയുടെ വിലക്ക് പക്ഷേ പരസ്യപ്പോരിന്റെ മുനയൊടിച്ചില്ല. കോൺഗ്രസിന്റെ ശത്രു തരൂരല്ലെന്ന് തിരിച്ചറിയണമെന്ന് UDF കൺവീനർ ബെന്നി ബെഹനാൻ ആവശ്യപ്പെട്ടു. ശശി തരൂരല്ല കോൺഗ്രസിന്റെ എതിരാളി. കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എതിർക്കേണ്ടത് കേന്ദ്രത്തിൽ BJPയും സംസ്ഥാനത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുമാണ്. ഘടകകക്ഷി നേതാക്കളും തരൂരിനെ പിന്തുണച്ച് രംഗത്ത് വന്നു. രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാവാണ് തരൂരെന്ന് ലീഗ് നേതാവ് മുനവർ അലി ശിഹാബ് തങ്ങൾ ട്വീറ്റ് ചെയ്തു. വിവാദത്തോട് പ്രതികരിക്കാൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിസമ്മതിച്ചു. പ്രസ്താവന വിവാദമായതോടെ തരൂരിനെതിരായ വ്യക്തിപരമായ പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച് കൊടിക്കുന്നിൽ സുരേഷ് രംഗത്തെത്തി. നിലപാടുകളോടുള്ള വിയോജിപ്പ് തുടരുമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. ഫേസ്ബുക്ക് തലവൻ മാർക്ക് സുക്കർബർഗിന് വീണ്ടും കോൺഗ്രസിന്റെ കത്ത്. BJPയെ പിന്തുണയ്ക്കുന്ന നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് കത്ത്. വിദേശ കമ്പനിയുടെ ഇടപെടൽ തടയാൻ നിയമ നടപടി സ്വീകരിക്കും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് കത്തയച്ചത്. BJPക്ക് അനുകൂലമായ നിലപാടാണ് ഫേസ്ബുക്ക് ഇന്ത്യ സ്വീകരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി ഈ മാസം 18-നും സുക്കർബർഗിന് കോൺഗ്രസ് കത്തയച്ചിരുന്നു. ജമ്മു കാശ്മീരിലെ സാംബയിലെ ഇന്ത്യൻ അതിർത്തിയിൽ BSF നടത്തിയ തെരച്ചിലിൽ തുരങ്കം കണ്ടെത്തി. പാകിസ്ഥാനിൽ നിന്നുള്ള തുരങ്കത്തിന് 150-ലേറെ മീറ്റർ നീളമുണ്ട്. ഇന്ത്യൻ അതിർത്തിയിൽ അവസാനിക്കുന്ന തുരങ്കത്തിന്റെ പ്രവേശന കവാടം മണൽ ചാക്ക് ഉപയോഗിച്ച് മറച്ചിരിക്കുകയാണ്. പാകിസ്ഥാന്റെ സഹായമില്ലാതെ തുരങ്ക നിർമ്മാണം സാധിക്കില്ലെന്ന് BSF വ്യക്തമാക്കി. പ്രദേശത്ത് BSFന്റെ തെരച്ചിൽ തുടരുകയാണ്. തമിഴ്നാട്ടിൽ ഒരു ദിവസം കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം ആഴ്ചകൾക്ക് ശേഷം വീണ്ടും 6000 കടന്നു.
6352 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. 6045 പേർക്ക് കോവിഡ് ഭേദമായി. സംസ്ഥാനത്ത് 87 പേർ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ 7137 ചെന്നൈയിൽ 1285, കോയമ്പത്തൂരിൽ 491 എന്നിങ്ങനെയാണ് പുതിയ രോഗികൾ. IPL നിന്ന് പിന്മാറി ചെന്നൈ സൂപ്പർ കിങ്സ് താരം സുരേഷ് റെയ്ന. വ്യക്തിപരമായ കാരണങ്ങളാലാണ് പിന്മാറ്റം. റെയ്ന നാട്ടിലേക്ക് മടങ്ങിയതായും സീസണിലെ മുഴുവൻ മത്സരങ്ങളും താരത്തിന് നഷ്ടമാകുമെന്നും ചെന്നൈ സൂപ്പർ കിങ്സ് അറിയിച്ചു. അതിനിടെ ചെന്നൈ ടീമിലെ ഒരാൾക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. യുവ ബാറ്റ്സ്മാൻ ഋതുരാജ് ഗേക്വാദിനാണ് രോഗബാധ. UAE-യിലെത്തിയ 13 പേർക്ക് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചതായി BCCI അറിയിച്ചു.